നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്താ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഞാനിത് പറയാൻ കാരണം നമ്മുടെ തിരുവോണ ദിനത്തിൽ പലസ്തീൻ അനുകൂല പ്രകടനം നടത്തി. അതെവിടെയാണ്? കണ്ണൂർ മാടായിപ്പാറയിലാണ് നടത്തിയത്. അപ്പോൾ അത് നടത്തിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ്. ഒരു സ്കൂൾ ബസ്സിൽ വന്നിട്ടാണ് അവിടെ ഈ പ്രകടനമൊക്കെ നടത്തിയത്. ഈ പലസ്തീൻ അനുകൂല റാലി നടത്തേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെയല്ല, മോൾക്ക് തെറ്റ് പറ്റിയതാണ്. അവരവിടെ പിക്നിക്കിന് വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ ജിന്ന് വന്നിട്ട് ഓരോരുത്തരുടെ കയ്യിൽ കൊടിയും ഫ്ലെക്സ് ഒക്കെ കൊടുത്തു. അവര് വെറുതെ പിക്നിക്കിന് വന്നിരുന്ന കുട്ടികളാ. പെട്ടെന്ന് പാലസ്തീന്റെ പതാകയും എന്താണ് പ്രിന്റഡ് ആയിട്ടുള്ള ഫ്ലക്സ് ഒക്കെ ഇവർ എക്സൈറ്റഡ് ആയി. അവരത് പിടിച്ചുകൊണ്ട് നിന്നു. അപ്പൊ പിടിച്ചപ്പോൾ അവരിലേക്ക് ജിന്ന് പിന്നെയും കയറി. ആവശ്യത്തോടു കൂടി അവര് പാലസ്തീൻ ഐക്യദാർഢ്യം ആക്കി. അല്ലാണ്ട് അവരവിടെ ഒരു പ്രകടനത്തിനോ പതാകയോ ഒന്നും കൊണ്ട് വന്നതല്ല. യു ഗോട്ട് ഇറ്റ് റോങ്. ആക്ച്വലി അങ്ങനെയാണ് സംഭവിച്ചത്. അവര് സന്തോഷത്തോടെ കയറി വരുമ്പോൾ പെട്ടെന്ന് ജിൻ പ്രത്യക്ഷപ്പെട്ട് ഓരോരുത്തരുടെ കയ്യിൽ ഓരോ പതാകയും കൊടുത്തു. 2-3 പേരുടെ കയ്യിൽ ഫ്ലെക്സും കൊടുത്തു. പിന്നെ അവർക്ക് ജിൻ തന്നത് ഇട്ടിട്ട് പോകാൻ പറ്റും? ഒരിക്കലും അത് ഇട്ടിട്ട് പോകാൻ. അതങ്ങനെ അവർ നിരന്ന് നിൽക്കണം എന്ന് അവർക്ക് ഒരു ആവേശമുണ്ടായി. നിലനിന്നപ്പോൾ പിന്നെ അവർക്ക് വിളിക്കണം എന്ന് തോന്നി. നമ്മുടെ വന്ദേ ഭാരതമൊക്കെ വന്ദേ മാതരമൊക്കെ പാടുന്ന പോലെ ജനഗണമന പാടുന്ന ഒരു ആവേശത്തോടുകൂടെ അവർ പാടി. അപ്പൊ കുറച്ചു പേര് ഫോട്ടോ എടുത്തു. അത് പബ്ലിഷായി. അത്രയേ ഉള്ളൂ. എൻ്റെ മോളെ, ഞാനൊരു കാര്യം പറയട്ടെ, എന്തിനാണ് ഈ പാലസ്തീനിലേക്കൊക്കെ പോകുന്നത്? ഇവിടെ തന്നെ എത്ര പേര് ഭക്ഷണമില്ലാണ്ട് കിടക്കുന്നു. എത്രയോ അമ്മമാർക്കും അച്ഛന്മാർക്കും ഭക്ഷണമില്ല, കുട്ടികൾക്ക് ഭക്ഷണം. നമ്മുടെ രാജ്യത്തെ കാര്യം നോക്കൂ. ആ പതാകയ്ക്കും ഫ്ലെക്സിനൊക്കെ ചിലവാക്കിയ കാശ് വെച്ച് എന്തായാലും ഒരു 100-500 രൂപയായിട്ടുണ്ടാവും. 2 കുടുംബങ്ങളിൽ കൊണ്ട് 2 കിറ്റ് ഓണത്തിന്റെ കൊടുത്തൂടെ? അത് ജാതിയോ മതമോ ആഘോഷിക്കാൻ പാടില്ല എന്ന് അവരെ നിർദ്ദേശം. അല്ല, ആയിക്കോട്ടെ, അന്ന് നബിദിനവും കൂടി ആയിരുന്നല്ലോ. ആ നബിദിനത്തിന്റെ അന്നാണ് അവരിത് ചെയ്തത്. ഓണം നബിദിനം ഒറ്റ ദിവസമാണല്ലോ വന്നത്. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ വടക്കു നോക്കി യന്ത്രങ്ങളാവണം, നിർത്തണം. നമ്മളുടെ രാജ്യത്ത് നമ്മളെല്ലാവരും ഉണ്ട്. ഇപ്പം നമ്മുടെ രാജ്യത്തുള്ള എല്ലാവരും ഭാരതീയരാണ്. സമ്മതിച്ചോ? ഞാൻ സമ്മതിക്കും. പക്ഷെ അവര് സമ്മതിക്കില്ല. മോള് സമ്മതിച്ചോന്ന് ചോദിക്കും. നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഇപ്പൊ മുറിയിലുള്ളൂ. അപ്പൊ മോള് സമ്മതിച്ചല്ലോ. അപ്പോ നമ്മുടെ ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങള്, നമ്മുടെ ഇവിടുത്തെ മനുഷ്യർക്ക് വരാൻ പോകുന്ന പുരോഗതികള്, നമ്മളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ പഠിക്കണം, അവരെന്ത് നിലയിലെത്തണം എന്നൊക്കെ നമ്മൾ ആലോചിച്ചാൽ മതി. എന്തിനും നമ്മുടെ വിലപ്പെട്ട ക്രിയേറ്റീവായിട്ടുള്ള സമയം മറ്റുള്ളവരെ പറ്റി ആലോചിക്കുക. അപ്പൊ പറയും സെൽഫിഷാണെന്ന്. നമ്മുടെ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് ഒരു ഇത് കേട്ടിട്ടുണ്ടോ? നമ്മളുടെ കുടുംബം, നമ്മളുടെ സംസ്ഥാനം, നമ്മളുടെ ജില്ലാ, സംസ്ഥാനം, നമ്മളുടെ രാജ്യം, അത് കഴിഞ്ഞിട്ട് പുറത്തു പോയാൽ പോരെ? ഇവിടെ എല്ലാം ശരിയാണോ? ഈ പിണറായി സഖാവ് ഭരിക്കുന്ന കൊച്ചു കേരളത്തിൽ ഇതെല്ലാം ശരിയാണ്. മലപ്പുറത്താണല്ലോ ഈ സ്ഥലം, അല്ലേ? മലപ്പുറമല്ല, കണ്ണൂർ സോറി. മലപ്പുറത്തു നിന്നുള്ള കുട്ടികളാണ് അവിടെ പോയിട്ട് ചെയ്തല്ലേ? അതെ. അപ്പോ എന്താണ്, അവിടെയൊക്കെ ശരിയാണോ? പാലസ്തീനു വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി എന്തിനാണ് നമ്മൾ ഈ വടക്കു നോക്കി യന്ത്രങ്ങളാകുന്നത്? അതുപോലെ എന്തുണ്ടെങ്കിലും നമ്മളുടെ ഭൂരിപക്ഷ മതവിശ്വാസികളുടെ മേത്ത് കൊണ്ട് പഴിചാരാനായിട്ടൊരു ഇത് കാണുന്നുണ്ട്, ത്വര കാണുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ. ഞാനിപ്പോ പറയാൻ ആണോ? ഓക്കെ. അപ്പോൾ ഐ ഷോട്ട് ദ ഗൺ, ഐ ജംപ് ദ ഗൺ. അപ്പോൾ ഒരു വഴക്കുണ്ടാവണ്ടെന്ന് വെച്ചാൽ പോലീസിന് ക്ഷേത്ര ഭരണസമിതിക്കും മറ്റുള്ള വിശ്വാസികൾക്കും വേണ്ടി 2 സ്ഥലം കൊടുത്തു. വിശ്വാസികൾക്ക് കൊടുത്ത സ്ഥലത്ത് അവരുണ്ടാക്കിയ പൂക്കളത്തിൽ പാർത്ഥസാരഥി ക്ഷേത്രമാണ്. നമ്മളൊക്കെ കൊച്ചിലെ അമർചിത്രകഥയിലൊക്കെ കണ്ടിട്ട് പാർത്ഥൻ അമ്പ് കൊലച്ച് നിൽക്കുമ്പോൾ പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണൻ നയിക്കുന്ന തേരില് മുകളിലൊരു ധ്വജമുണ്ട്. ഇങ്ങനത്തെ എന്തോ ഷേപ്പിലൊക്കെയാണ് എൻ്റെ ഓർമ്മ. അതുപോലെ എന്തോ ഒരു വരച്ചു. ഉടനെ അത് സംഖ്യകളുടെയായി. എന്തെന്നാണ് ഈ പറയുന്നത്? പാർത്ഥസാരഥി സംഖ്യകളുടെ ആണോ? അല്ല, സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. BJP-കാരുടെ ആണോ? ഹിന്ദുക്കളുടെ അല്ലേ? ഹിന്ദുക്കളുടെ ദൈവമാണോ പാർത്ഥസാരഥി എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണൻ, സാക്ഷാൽ ശ്രീകൃഷ്ണൻ? ഉടനെ അത് സംഖ്യയായി. പിന്നെ അവർ കുറ്റം കണ്ടുപിടിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതാൻ പറ്റില്ല. നമ്മളെന്ത് ചെയ്തേക്കണേ? നിന്നെ കൊല്ലുമടാ എന്നാണോ? അവിലും മലരും വാങ്ങിക്കോ എന്നാണ് നമ്മൾ എഴുതിയേക്കണേ. പച്ചക്ക് കത്തിക്കുമെന്നൊന്നും പറഞ്ഞില്ല. കുന്തിരിക്കം വാങ്ങിക്കോ എന്നാണ് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ. ഇവിടെയുള്ള ഓരോ സിന്ദൂരം അണിയുന്ന സ്ത്രീകളുടെയും അല്ലെങ്കിൽ പർദ്ദയ്ക്കുള്ളിലിരിക്കുന്ന സ്ത്രീകളുടെയും
വൈധവ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് പെട്ടെന്ന് ഭർത്താവ് നമ്മളെ ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ വിട്ടുപോവുക എന്നുള്ളത്. ആരുടെ ആവട്ടെ, സിന്ദൂരം ഇടുന്നത് നമ്മൾ അന്ന് അങ്ങനെ നമ്മളെ ഹിന്ദുക്കളെ കൊന്നതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടു. ക്രിസ്ത്യൻസ് ആവട്ടെ, മുസ്ലിം ആവട്ടെ, ആരുടെ ആണെങ്കിലും ഭർത്താവ് മരിക്കുന്നതും വിധവയാവുന്നതും ഭയങ്കര ദുഃഖം തന്നെയാണ് അല്ലേ? അപ്പം നമ്മളെല്ലാ സഹോദരിമാരുടെയും ഭർത്താക്കന്മാരുടെ ആയുസ്സിന് വേണ്ടിയിട്ടും അവരുടെ ക്ഷേമത്തിന് വേണ്ടിയും നിലനിൽക്കുന്ന രാഷ്ട്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഈ ഇടയ്ക്ക് കഴിഞ്ഞതുകൊണ്ടും നമ്മളതിന് മറുപടി അങ്ങോട്ടേക്ക് കൊടുത്തത് കൊണ്ടും അവർ അതിൻ്റെ ഒരു സ്പിരിറ്റിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നിട്ടു. അതിലെന്താ തെറ്റ്? എന്താണ് തെറ്റ്? ഉടനെ ഇപ്പൊ കേസായി അതായി ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ 50 മീറ്റർ ദൂരെ ശിവാജി മഹാരാജിന്റെ പടം ഇരിക്കണു. ഉടനെ അത് ഭയങ്കര ഹിന്ദു ഇതായി, RSS ആയി. ശിവാജി മഹാരാജ് എവിടെയാണ് RSS കാരനായിട്ടുള്ളത്? നമ്മൾ പഠിക്കേണ്ടത് മുഗളന്മാരുടെ ചരിത്രവും മുഗളന്മാർ എങ്ങനെയാണ് ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് നമ്മുടെ നാട് നശിപ്പിച്ചത് എങ്ങനെയാണ്, ആ ചരിത്രവും പഠിക്കുകയാണെങ്കിൽ ഇവർക്ക് വലിയ വിഷയം ഉണ്ടാവും. ഒരു വിഷയമില്ല. ഇപ്പൊ ഈ ഇടയ്ക്ക് 2 ദിവസം മുമ്പ് ഓണം ഹോളിഡേയ്സിന് എനിക്കറിയാവുന്ന ഒരു കൊച്ചു കുട്ടിയായിട്ടൊരു കുടുംബം മൈസൂരൊക്കെ പോയി. അവിടെ ഈ ടിപ്പു ഇങ്ങനെ ആൾക്കാരെ കെട്ടിയിട്ടിട്ട് ഇവിടം വരെ വെള്ളം വെച്ചിട്ട് കൊല്ലുന്ന കുറേ അറകളൊക്കെ ഞാനും പണ്ട് കണ്ടതായിട്ട് ഓർക്കുന്നു. ഇപ്പം എനിക്ക് കൃത്യമല്ല. ആ കുഞ്ഞെൻ്റെ അടുത്ത് വന്നിന്ന് ഒരു ഭഗവാന്റെ പടമൊക്കെ ആയിട്ട് ആൻറ്റി ഞങ്ങൾ മൈസൂരിൽ നിന്ന് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അവരൊരു എന്നെ അവിടെയൊക്കെ കൊണ്ടുപോയി ആൻറ്റി, അവിടെ കൊല്ലുമായിരുന്നു ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് ഷീസ് ഗെറ്റിംഗ് വർക്ക്ഡ് അപ്പ് ആൻഡ് ആങ്ഷ്യസ്. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഭീകരമായ ടോർച്ചറിൽ കൂടെ നമ്മളുടെ ജനത കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോ പിന്നെയും നമ്മളെ ഇങ്ങനെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്നത് ഒരു ലിമിറ്റ് ഉണ്ട് ഇല്ലേ? സഹിക്കുന്നതിനൊരു ലിമിറ്റ്, ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ആ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും എന്ന് തോന്നിപ്പോവാണ്. സുരേഷ് ഗോപി ചേട്ടൻ എന്താ ചെയ്തേ? അദ്ദേഹം അവിടെ വന്ന് അദ്ദേഹത്തിന് ആ പഴയ കമ്മീഷണർ സ്റ്റൈലിൽ ഒരു സിന്ദൂരം ഒരു ചെപ്പം കൂടെ എടുത്ത് താഴേക്ക് അങ്ങോട്ട് വെച്ചു. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ കൂടെ വന്നിട്ട് അത് അങ്ങോട്ടേക്ക് നല്ലോണം ആക്കിയിട്ട് കയ്യിലുണ്ടായിരുന്ന സിന്ദൂരം വേറൊരാൾക്ക് കൊടുക്കുകയും ചെയ്തു. അതായത് നമ്മളുടെ സിന്ദൂരം കാത്തു സൂക്ഷിക്കും. നമ്മളുടെ ഞാനത് ഉദ്ദേശിക്കുന്ന എല്ലാവരുടെയും, ഭാരതീയരുടെ, ക്രിസ്ത്യൻസ് ആവട്ടെ മുസ്ലിംസ് ആവട്ടെ, അവരൊന്നും സിന്ദൂരം ഇടില്ലായിരിക്കും. പക്ഷെ ഞാൻ മംഗല്യം എന്നുള്ളതിലാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഭാരതീയരാണല്ലോ. ഭാരതീയർ. ഞാൻ സുന്ദരം എന്ന് ഉദ്ദേശിക്കുന്നത് മംഗല്യം എന്നുള്ളൊരർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ കയ്യിൽ ഭദ്രമാണ്, ഈ സഹോദരൻ്റെ കയ്യിൽ ഭദ്രമാണെന്നാണ് സുരേഷ് ഗോപി ചേട്ടൻ ആ ഒരു കൂട്ടായ്മയ്ക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തത്. അതാണ് നമ്മൾ നമ്മുടെ സഹോദരന്മാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇത് രാമചന്ദ്രൻ സാറിൻ്റെ മകൾ പറയണ്ടായി, എനിക്ക് 2 പുതിയ സഹോദരന്മാരെ കിട്ടി. അവരവിടെ ആ ദുരിതം അനുഭവിച്ച് രാമചന്ദ്രൻ സാറ് മരിച്ചു വീഴുന്ന നിമിഷത്തിൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവറും ഗൈഡും ഇപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണസമയത്തൊക്കെ ഇവിടെ വന്നിട്ട് എനിക്ക് 2 സഹോദരന്മാരെ കിട്ടിയെന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് അവർ മുസ്ലിംസാണ്, അവർ കാരണമാണ് എൻ്റെ അച്ഛൻ മരിച്ചത് എന്നൊന്നും ആ കുട്ടി പറഞ്ഞിട്ടില്ല. എനിക്ക് 2 സഹോദരന്മാരെ കിട്ടിയെന്നാണ് ആ മോള് പറഞ്ഞത്. അപ്പം നമ്മളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു വിചാരമാണ് എല്ലാവരെ കുറിച്ചും ഇരിക്കുന്നത്. ആ വിചാരത്തോടു കൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പാലസ്തീനിൽ എന്ത് സംഭവിച്ചാൽ നമുക്കെന്താ, ഉക്രൈനിൽ അല്ല നമ്മുടെ കുട്ടികൾ അവിടെ ഉണ്ട്. ഉക്രൈനിൽ ഒരു കാര്യം കൂടി പറയണം കേട്ടോ, ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളും കേസെടുക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞതും ഒക്കെ. പക്ഷെ ഈ മാടായിപ്പറയിൽ ഈ കാണിച്ചതിന് നിസ്സാര വകുപ്പുകൾ ചുമത്തി അതങ്ങ് കഴിച്ചിലാക്കി. അത് ഒരു വിഷയമേ അല്ല എന്നുള്ളത്. അതായത് ഇരട്ടത്താപ്പ് വോട്ട് ബാങ്കിൽ ഇലക്ഷൻ 2 മുന്നിൽ കിടക്കണം. എന്താ പോലൊന്നും അറിയാത്ത പോലെ സംസാരിക്കണേ. 2 ഇലക്ഷൻ മുന്നിൽ കിടക്കുമ്പോൾ ആരെയാണ് പ്രീണിപ്പിക്കേണ്ടതെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം. ഞാൻ പറഞ്ഞു വരുന്ന ഉക്രൈനിലുള്ള കുട്ടികളെ നമ്മളുടെ ഗവൺമെൻറ് സൂപ്പറായിട്ട് കൊണ്ടുവന്നു. അപ്പുറത്തും ഇപ്പുറത്തുള്ള രാജ്യങ്ങളിലെ കുട്ടികളൊക്കെ നമ്മളുടെ പ്ലെയിനിൽ കയറിയിട്ടാണ് തിരിച്ചു വന്നത്. ഇന്ത്യക്കാർ അയച്ചു കൊടുത്ത പ്ലെയിനിലാണ്. യുക്രൈനിൽ പഠിക്കാൻ പോയ ആൾക്കാരെ നമ്മൾ സേവ് ചെയ്ത് കൊണ്ടുവന്നു. അവിടെ ഇനി എന്ത് നടന്നാൽ നമുക്കെന്താ? ഇസ്രയേലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ആൾക്കാരുടെ ജീവനാണ് ഞാൻ വില കാണുന്നത്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പോളിസി മാറ്റേഴ്സിനെ കുറിച്ചൊന്നും ഞാൻ പറയാൻ ആളല്ല, പറയുന്നുമില്ല. എവിടെയാണെങ്കിലും നമ്മുടെ ആൾക്കാരുടെ ജീവൻ പ്രധാനപ്പെട്ടതാണ്, വിലപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെയും ജീവന വിലയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും കരുതേണ്ടതും നമ്മൾ ഭാരതീയരുടെ ജീവനെക്കുറിച്ചാണ്. നമ്മൾ ഒത്തുചേർന്ന് നിൽക്കേണ്ടത്. എന്തായാലും നമ്മളൊരു രാജ്യമാണ്. ഈ രാജ്യം നിലനിന്നാലേ നമ്മളെല്ലാവരും ഉള്ളൂ. ശരിയാണോ? അതെ. അപ്പൊ അതിനു വേണ്ടി ഇപ്പോൾ ഒരു ഓപ്പറേഷൻ സിന്ദൂരിന്റെ മേത്ത് വലിയ കൊലക്കുറ്റം
പാലസ്തീൻ വിളിച്ചവർക്ക് ചുമ്മാ അവർ വെറുതെ ഒരു പിക്നിക്കിന് വന്നു, ഒരു കൊടിയെടുത്ത് വെറുതെ പല ബ്രേസിപ്പ് ഇന്ന് രാവിലെ നടന്ന വാക്കത്തോണിൽ ജസ്റ്റിസ് വന്നിട്ട് കൊടി ഇങ്ങനെ വീശി കാണിച്ചു, നീലയും വെള്ളയും കൂടി, അതുപോലെ ഒരു കൊടി ജിന്ന് കൊടുത്തൊരു കൊടി വീശി എന്നൊക്കെ പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് നിലനിൽക്കില്ല. ഇങ്ങനെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് ശരിയല്ല. ഇത് വല്ലാത്ത മാനസികമായ ബുദ്ധിമുട്ടുകൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.